ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുകയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പുറത്തുനിന്നും ആളെ എത്തിച്ച് സ്വർണം ഉരുക്കിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ സർവീസിലുള്ള മുരാരി ബാബു, കെ സുനിൽകുമാർ എന്നിവരെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരും വിരമിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും പ്രതിപട്ടികയിലുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചു, ഉദ്യോഗസ്ഥരും പങ്കുപറ്റി. ഗൂഢാലോചനയിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ട്. പുറത്തുനിന്ന് ആളെ എത്തിച്ചാണ് സ്വർണം ഒരുക്കിയത്. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഈ വിവരം പങ്കുവച്ചിരുന്നതായും ഉണ്ണികൃഷ്ണൻ പോറ്റി SITയോട് പറഞ്ഞു. കാണാമറയത്തുള്ള കൽപേഷ്, നാഗേഷ് എന്നിവരുടെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. സ്വർണം കൊടുത്തുവിട്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞയാളാണ് കൽപേഷ്. നാഗേഷ് സ്വർണ്ണപ്പാളി സൂക്ഷിച്ചയാളും. കൽപേഷിനെ എത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ലെന്നാണ് SIT കരുതുന്നത്. കൽപേഷിന് പിന്നിൽ ഉന്നതനുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.